ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदादिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता श्रीविशाखान्वितंश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त वृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। वैराग्य विद्या निज भक्ति योगा शिक्षार्थम एक पुरुष पुराण श्री कृष्ण चैतन्य शरीरधारी कृपाम्बुधिर्यस्तमहं प्रपद्ये। पंचतत्वात्मकं कृष्णं भक्तरूपासुरूपकं भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्. സോ എല്ലാവർക്കും ഇന്നത്തെ ചൈതന്യ ചരിതാമൃത ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നമ്മളിന്ന് ചൈതന്യ ചരിതാമൃത ആദിലീല ആദ്യത്തെ അധ്യായം 61 ശ്ലോകം മുതൽക്കാണ്. ഈശ്വര സ്വരൂപ ഭക്തതാൻരാധിഷ്ഠാനാം ഭക്തേര ഹൃദയ കൃഷ്ണേര സദത വിശ്രാമ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഈശ്വര സ്വരൂപ ഭക്ത തന്റെ അധിഷ്ഠാന ഭക്തേര ഹൃദയേ കൃഷ്ണേര സദത വിശ്രാമ. ഹരേ കൃഷ്ണ. ഒരാളും കൂടി. ഈശ്വര സ്വരൂപ ഭക്ത താനർ അധിഷ്ഠാന ഭക്തേര ഹൃദയേ കൃഷ്ണേര സദത വിശ്രാമ. A pure devotee constantly engaged in the loving service of the Lord is identical with the Lord who is always seated in his heart. ഇവിടെ പറയുന്ന ഒരു ശുദ്ധ ഭക്തൻ ഭഗവാനും തമ്മിൽ യാതൊരു വ്യത്യാസവും കാണാൻ പാടില്ല. കാരണം ഭഗവാന്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ് ഒരു ശുദ്ധ ഭക്തൻ. അപ്പോൾ പരമാത്മാവ് ഉള്ളിൽ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. എല്ലാവരുടെയും ഹൃദയം, അത് ഭക്തനാണെങ്കിലും ശരി അഭക്തനാണെങ്കിലും ശരി, എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളില് ഭഗവാനുണ്ട്. പക്ഷെ ആ ഭഗവാന്റെ ആ പ്രസൻസ് ആർക്ക് മാത്രം മനസ്സിലാവുന്നുള്ളൂ? ഡിവോട്ടീസിന് മാത്രം. ശുദ്ധ ഭക്തർക്ക് മാത്രമേ അത് റിയലൈസ് ആവുന്നുള്ളൂ. അപ്പം മറ്റുള്ളവർക്ക് അത് ആവരണപ്പെട്ട് കിടക്കുകയാണ്, ഡോർമെന്റ് സ്റ്റേജിലാണ് കിടക്കുക. പരമാത്മാവ് അവിടെ രണ്ട് കാര്യങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ഉപദൃഷ്ട അനുമന്ത. എന്താണ് അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഉപദൃഷ്ട സാക്ഷ്യം വഹിക്കുന്നു, അനുമന്ത എന്ന് സാങ്ഷൻ ചെയ്യുന്നു. ഭക്തന്മാരാണെങ്കിൽ എങ്ങനെ അർജുനന്റെ തേരിനെ ഭഗവാൻ നയിക്കുന്നുവോ അതേപോലെ ഭഗവാൻ ആ രഥത്തിന്റെ കടിഞ്ഞാണ് കൺട്രോൾ ചെയ്യും. എങ്ങനെ ഒരു കാറിന്റെ സ്റ്റിയറിങ് ഡ്രൈവർ എങ്ങനെ കൺട്രോൾ ചെയ്യുന്നുവോ അതേപോലെ ഭക്തന്മാരെ നിയന്ത്രിക്കുന്നത് ആരാണ്? ഭഗവാൻ. അപ്പോൾ വേണ്ടുന്ന സമയത്ത് വേണ്ടുന്ന കാര്യങ്ങളെ ഇൻസ്പയർ ചെയ്യുന്നതും അവരെ കൊണ്ട് ചെയ്യിക്കുന്നതും ഭഗവാനാണ്. അഭക്തന്മാർക്ക് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്. ഉപദൃഷ്ട അനുമന്ത. അവർ ചെയ്യുന്ന കാര്യങ്ങളെ സാക്ഷ്യം വയ്ക്കുക, അതെല്ലാം റെക്കോർഡ് ചെയ്യും. നല്ലതാണെങ്കിലും ചെയ്ത എന്തായാലും ചെയ്യും. പിന്നെ അത് സാങ്ഷൻ ചെയ്യണം. ഭഗവാന്റെ സാങ്ഷൻ ഇല്ലാണ്ട് ഒന്നും കാര്യം നടക്കില്ല. അപ്പൊ ആ സാങ്ഷനും ഭഗവാനാണ് ചെയ്യുന്നത്. പക്ഷെ എന്തിനാണ് പിന്നെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനാണ് സാങ്ഷൻ ചെയ്യുന്നത്?
ഒരു ചോദ്യം വരാം അല്ലേ? എന്തുകൊണ്ടാണ് ഭഗവാൻ ഒരാളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കുന്നത്, ഒരു പാപകർമ്മം ചെയ്യിക്കുന്നത്? ഭഗവാൻ സാങ്ഷൻ ചെയ്യാതിരുന്നാൽ പോരെ? കാരണം നമ്മളുടെ 84 ലക്ഷം യോനികളിൽ നമ്മൾ ജീവജാലങ്ങളുണ്ട്. അതിലും മനുഷ്യന് മാത്രമാണ് ഈ ഫ്രീഡം തന്നിട്ടുള്ളൂ. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അതിനെ നമ്മൾ അഡമൻ്റായിട്ട്, കുട്ടികൾ വാശി പിടിക്കുന്നില്ലേ, എനിക്കത് ചെയ്യണം, എനിക്കത് വേണം, അതേപോലെ നമ്മളും വാശി പിടിച്ചാൽ ഭഗവാൻ തഥാസ്തു പറയും. അതിൽ ഇന്റർഫിയർ ചെയ്യില്ല. ആ ഫ്രീഡത്തിൽ മാത്രം, മനുഷ്യരുടെ ഫ്രീഡത്തിൽ മാത്രം ഭഗവാൻ ഇന്റർഫിയർ ചെയ്യില്ല. ബാക്കിയെല്ലാം സെറ്റ് ലോസ് ആണ്. നാച്ചുറൽ ലോസ് എന്താണ്? പ്രകൃതി നിയമത്തിന്റെ അനുസൃതമായിട്ട് അത് പോകുള്ളൂ, ബാക്കി എല്ലാ ജീവജാലങ്ങളും. അപ്പൊ ഈ 400,000 സ്പീഷീസ് ഓഫ് ലൈഫ്സിൽ അതിൽ മനുഷ്യരുണ്ട്, ഡെമിഗോഡ്സ് ഉണ്ട്, കിന്നർമാരുണ്ട്, ചാരന്മാരുണ്ട്, ഗന്ധർവന്മാരുണ്ട്, രക്ഷന്മാരുണ്ട്, രാക്ഷസന്മാരുണ്ട്, യക്ഷന്മാരുണ്ട്, ഇവരെല്ലാം ഉണ്ട്. ഇവരെല്ലാം ഈ 400,000 സ്പീഷീസ് ഓഫ് ലൈഫ്സിലുണ്ട്. ഇവർക്ക് മാത്രമേ ഒരു ഫ്രീ വില്ലുള്ളൂ. അപ്പൊ ഈ ഫ്രീ വിൽ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ചെയ്ത് നമ്മൾ മനസ്സിലാക്കണം. അതിനാണ് നമുക്ക് ശാസ്ത്ര ഗ്രന്ഥങ്ങൾ തന്നിരിക്കുന്നത്. ഭഗവത്ഗീത, ഭാഗവതം, മഹാഭാരതം, രാമായണം, ശ്രുതി, സ്മൃതി, അങ്ങനെ ഓരോ ഗ്രന്ഥങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്, പുരാണങ്ങളെ. അപ്പൊ ഇതനുസരിച്ചിട്ട് നമ്മൾ എന്ത് ശരി എന്ത് തെറ്റെന്ന് മനസ്സിലാക്കിയിട്ട് അത് പ്രകാരം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെ പ്രീതിക്കനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ ഭഗവാൻ നമ്മളെ വേണ്ടുന്ന സമയത്ത് അത് നയിക്കും. എന്ത് തെറ്റ്, അപ്പൊ നമ്മൾ അത് കേൾക്കണം. കുട്ടികള് ശാഠ്യം പിടിച്ചിട്ട് അച്ഛനും അമ്മയും പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ എന്താണ്, ആർക്കാണ് ബുദ്ധിമുട്ടുക? കുട്ടികൾക്ക് തന്നെ. അപ്പൊ അതേപോലെ ഭഗവാന്റെ മക്കളാണ് നമ്മൾ. ആ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ, കാരണം നമുക്ക് ആ ഒരു ഫ്രീഡം തന്നുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു മൃഗമാണെങ്കിൽ നമുക്ക് ഫ്രീഡം ഇല്ല. അപ്പൊ നമ്മൾ ഒരു വയലേഷനും അവിടെ ചെയ്യില്ല, അവർക്ക് കർമ്മഫലം ഇല്ലേ. നമുക്ക് കർമ്മഫലം വരുന്നതന്നെ നമ്മളുടെ ആ ഫ്രീഡം കാരണമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ചോയ്സസ് ഉണ്ട്. ആ ചോയ്സ് റൈറ്റ് ചോയ്സ് ആയിരിക്കണം. അപ്പൊ അതുകൊണ്ടാണ്, അപ്പോൾ ഏതൊരു ഭക്തനാണോ ഭഗവാന്റെ ആ നിയമം അനുസരിച്ചിട്ട്, ഭഗവാൻ ആഗ്രഹിക്കുന്നതനുസരിച്ചിട്ട് നീങ്ങുന്നത്, ജീവിക്കുന്നത്, അവരെ തീർച്ചയായിട്ടും ഭഗവാൻ നേവിഗേറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവർക്കറിയാം, ഭക്തന്മാർക്ക് അറിയാം ഭഗവാന്റെ പ്രസൻസ്, നമ്മളുടെ ഹൃദയത്തിലുള്ള പ്രസൻസ് അവർക്ക് ഫീൽ ചെയ്യും. അഭക്തന്മാർക്ക് ഭഗവാൻ ഉണ്ടെങ്കിലും കൂടിയിട്ട് അത് ഫീൽ ചെയ്യില്ല. അതാണ് ഇവിടെ പറയുന്നത്, അവര് ദേ റിയലൈസ് ദാറ്റ് ദ സുപ്രീം സ്പിരിറ്റ്, ദ സുപ്രീം സോൾ, സൂപ്പർ സോൾ ഇസ് ദർ ഇൻ അവർ ഹാർട്ട്. സോ പിയർ ഡിവോട്ടി കോൺസ്റ്റന്റ്ലി എൻഗേജ് ഇൻ ദ ലവിങ് സർവീസ്. കോൺസ്റ്റന്റ്ലി, അതായത് പാർട്ട് ടൈം ആയിട്ട് നമ്മളൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് വൈദ്യ സാധന ഭക്തി ചെയ്യുന്നതാണെങ്കിലും കോൺസ്റ്റന്റ്ലി നമ്മൾ ഭഗവാനെ സ്മരിക്കുന്നില്ല. കാരണം ഒരു ദിവസത്തിൽ 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂറൊക്കെ നമ്മൾ അതായത് സ്മരിക്കാൻ ശ്രമിക്കുന്നുണ്ടാവും. ആ സമയത്തും നമ്മുടെ സ്മരണ വേറെ എവിടെയെങ്കിലും ആയിരിക്കും. മനസ്സ് നമ്മൾ നാമം ജപിക്കുന്നുണ്ട്, നാമം ജപിച്ചാലും ഭഗവാന്റെ നാമത്തിലായിരിക്കില്ല ആ സ്മരണം. എവിടെയെങ്കിലും വാണ്ടർ ചെയ്യും. ഓഫീസിലോ കോളേജിലോ കുട്ടികളുടെ അവിടുത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് ചഞ്ചലമാണ്, അത് അവിടെ വാണ്ടർ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ശുദ്ധഭക്തന്മാര് ഈവൻ ഭൗതിക തലത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും കൂടി ഭഗവാനെ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കും. വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും. അപ്പോൾ അതിന് ശരിക്കുള്ള ഉദാഹരണം നമ്മൾ ആരാണ് പറയുന്നത്? ഗോപികമാര്. അവര് വീട്ടിലെ ജോലി ചെയ്യുമ്പോഴും ഭഗവാനെ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മള് ഭഗവാന്റെ നാമം ജപിക്കുമ്പോഴും നമുക്ക് ഭഗവാനെ സ്മരിക്കാൻ പറ്റുന്നില്ല. നമ്മളുടെ ചിന്ത വേറെ എവിടെയെങ്കിലും ആയിരിക്കും. പക്ഷേ ഗോപികമാര്, ശുദ്ധഭക്തന്മാര് ഭഗവാന്റെ കാര്യങ്ങളെ ചെയ്യുന്ന, വീട്ടിലെ കാര്യങ്ങൾ അപ്പോഴും സ്മരണ എന്തായിരിക്കും? ഭഗവാനെ പറ്റിയിട്ടായിരിക്കും. അപ്പൊ അതാണ് ശുദ്ധഭക്തന്മാരും മറ്റുള്ള പ്രാക്ടീസിങ് ഡിവോട്ടീസ് ആയിട്ടുള്ള വ്യത്യാസം. ഇപ്പോ അഭക്തന്മാരായത് ഒരിക്കലും അവർ സ്മരിക്കില്ല, കാരണം ഭഗവാൻ ഇല്ല അവർക്ക്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്, നമ്മളുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മാവിന്റെ റെപ്രസെന്റേറ്റീവ് ആണ് പുറമേ ഇരിക്കുന്ന സ്പിരിച്വൽ മാസ്റ്റർ. ഐഡന്റിക്കലാണ്, നമ്മൾ അവർ വ്യത്യാസമായിട്ട് കാണുന്നില്ല. അപ്പൊ ഭഗവാന് കൊടുക്കുന്ന ആ ആദരവും ആ റെസ്പെക്റ്റും നമ്മളുടെ ആ സ്പിരിച്വൽ മാസ്റ്റർക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഉള്ള സ്പിരിച്വൽ മാസ്റ്റർക്ക് കൊടുക്കണമെന്ന്. So the Supreme Personality of Godhead is one without a second, and therefore he is all powerful. He has inconceivable energies, of which are the principle. 3 are the principle. എന്താണ്? ബഹിരാംഗ ശക്തി, അന്തരാംഗ ശക്തി, തടാസ്ഥ ശക്തി, ഈ 3. So devotee is considered to be one of these energies, never the energetic. അപ്പോൾ devotees ഏത് എനർജിയിൽ വരും? തടാസ്ഥ ശക്തിയിൽ. ഒരിക്കലും
അവരെ എനർജറ്റിക് ആയിട്ട് കാണാൻ പാടില്ല, അതായത് ഭഗവാനായിട്ട് കാണാൻ പാടില്ല. എനർജറ്റിക് ആരാണ്? ഭഗവാൻ മാത്രം. അപ്പൊ ഭഗവാന്റെ ശക്തിയാണ് നമ്മളെല്ലാം. അത് അന്തരാംഗ ശക്തിയാലും ശരി, ബഹിരാംഗ ശക്തിയാലും ശരി, അല്ലെങ്കിൽ തടാസ്ഥ ശക്തി, നമ്മളെല്ലാം ശക്തിയാണ്. ഭഗവാൻ മാത്രമേ ശക്തിമാനായിട്ടുള്ളൂ. അതാണ് ഈസ് വൺ വിതൗട്ട് എ സെക്കൻഡ് എന്ന് പറയുന്നത്. സോ ദ എനർജറ്റിക് ഈസ് ഓൾവേസ് ദ സുപ്രീം ലോർഡ്. ദ എനർജീസ് ആർ റിലേറ്റഡ് ടു ഹിം ഫോർ ദ പർപ്പസ് ഓഫ് എറ്റേണൽ സെൽഫ്. എന്തിനാണ് എനർജി? ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ടാണ് എനർജി. അപ്പൊ അത് നമ്മൾ ഏത് ഇതിൽ വന്നാലും ശരി, തടാസ്ഥ ശക്തിയിലാണെങ്കിലും കൂടിയിട്ട് തടാസ്ഥ ശക്തിയിലുള്ള ആ ജീവജാലങ്ങളെ ഒന്നുകിൽ ബഹിരാംഗ ശക്തിയിൽ വരാം, അല്ലെങ്കിൽ അന്തരാംഗ ശക്തിയിൽ നമുക്ക് പ്രവർത്തിക്കാം. ഏതിൽ വന്നാലും ശരി നമ്മൾ ചെയ്യേണ്ടതാണ് ഭഗവാനെ സേവിക്കുക. ഭഗവാനെ സേവിച്ചിട്ടില്ലെങ്കിൽ ഭഗവാനെ മായ സേവിക്കും. അപ്പോൾ ഭക്തന്മാർ ഭഗവാനെ സേവിക്കുന്നു, അഭക്തന്മാർ ഭഗവാന്റെ മായ സേവിക്കുന്നു. സേവനം തീർച്ചയായിട്ടും വേണം. അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്, നമ്മളുടെ ആ ഒരു കോ എക്സിസ്റ്റൻസ് എന്തിനാണ്? ഭഗവാന്റെ സേവനത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഭഗവാൻ ഈസ് ഓൺലി എനർജറ്റിക്, നമ്മളെല്ലാം എനർജീസ് ആണ്. So the energetic is always the supreme lord. The energies are related to him for the purpose of eternal service. A living entity is in the conditional stage can uncover his aptitude for serving the absolute truth by the grace of Krishna and the spiritual master. അപ്പോൾ എല്ലാ ജീവജാലങ്ങളും എന്താണ്? നമ്മളെല്ലാം കണ്ടീഷൻ ബദ്ധാത്മാക്കളാണ്. ഹരേ കൃഷ്ണ. നമ്മളെല്ലാവരും ബദ്ധാത്മാക്കളാണ് അല്ലേ? അപ്പോൾ കണ്ടീഷൻ സ്റ്റേറ്റില് അതിന് ഭഗവാന്റെ ആ റിലേഷൻഷിപ്പ് അനുസരിച്ചിട്ട് ഭഗവാനെ നമ്മൾ സേവിക്കണം എന്നുള്ള ആ മുക്താവസ്ഥയിലേക്ക് കൊണ്ടുവരണം. അപ്പൊ മാത്രമാണ് നമുക്ക് ഭഗവാനെയും ഗുരുവിനെയും നമുക്ക് സേവനം ചെയ്യാൻ പറ്റുള്ളൂ. So that the Lord reveals himself within his heart, and he can know that Krishna is seated in the heart of every pure devotee. Krishna is actually situated in the heart of every living entity, but only a devotee can realize this fact. നേരത്തെ പറഞ്ഞ പോലെ, അതായത് ഭഗവാൻ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട് അല്ലെ? പക്ഷെ ആർക്കാണെന്ന് മനസ്സിലാവുന്നത്? ഒരു പ്യൂർ ഡിവോട്ടിക്ക് മാത്രമേ അത്. ഓൺലി എ ഡിവോട്ടി ക്യാൻ റിയലൈസ് ദിസ് ഫാക്ട്. അതാണ് വ്യത്യാസം. അപ്പൊ ഒരു ശുദ്ധ ഭക്തന് മാത്രമാണ് ഭഗവാന്റെ ആ സാന്നിധ്യം മനസ്സിലാവുന്നുള്ളൂ. മറ്റാർക്കും അത് കാര്യമായിട്ടിരിക്കില്ല. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് സാധിക്കണം, അത്രേ ഉള്ളൂ. പക്ഷെ നേരെ മറിച്ച് ഒരു ഭക്തന്റെ ആവശ്യം എന്താണ്? ആഗ്രഹം എന്താണ്? ഭഗവാനെ പ്രീതിപ്പെടുത്താൻ. അതാണ് ഭക്തൻ ചെയ്യുന്നത്. മറ്റുള്ളവരെ അവനവന്റെ ഇന്ദ്രിയങ്ങളെ പ്രീതിപ്പെടുത്തുക. രണ്ടുപേരും സേവനം ചെയ്യാണ്. ഭക്തൻ ഭഗവാനെ സേവിക്കുന്നു, അഭക്തർ എന്ത് ചെയ്യുന്നു? തൻ്റെ ഇന്ദ്രിയങ്ങളെ സേവിക്കുന്നു. അപ്പൊ അങ്ങനെ ഇന്ദ്രിയങ്ങളെ സേവിക്കുമ്പോൾ മായാലോകത്ത് അകപ്പെടുന്നു. ഭഗവാനെ പ്രീതിപ്പെടുത്തുമ്പോൾ നമ്മുടെ ഈ ഭൗതിക ലോകത്ത് നിന്ന് ആധ്യാത്മിക ലോകത്തിലേക്ക് പോകാനുള്ള അവസരം ഒരുക്കുന്നു. അത്ര വ്യത്യാസം. ഹരേ കൃഷ്ണ. ടെക്സ്റ്റ് 62. സാധവോ ഹൃദയം മഹ്യം സാധുനാം ഹൃദയം ത്വഹം മദന്യത് തേന ജാനന്തി നാഹം തേഭ്യോ മനാഗ് അപി. സാധവോ ഹൃദയം മഹ്യം സാധുനാം ഹൃദയം ത്വഹം മദന്യത് തേന ജാനന്തി നാഹം തേഭ്യോ മനാഗ് അപി. ഹരേ കൃഷ്ണ. സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം ത്വഹം മദന്യത്തേന ജാനന്തി നാഹം തേഭ്യോ മനാഗപി. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. സാധവോ ഹൃദയം മഹ്യം സാധൂനാം ഹൃദയം ത്വഹം മദന്യത്തേന ജാനന്തി നാഹം തേഭ്യോ മനാഗപി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരിബോൾ. സോ ഇത് ശ്രീമദ് ഭാഗവതിലൊരു ശ്ലോകമാണ്. Saints are my heart and only I am their hearts. They do not know anyone but me and therefore I do not recognize anyone besides them as mine. ശ്രീമദ് ഭാഗവതിലെ അംബരീഷ് മഹാരാജാവിൻ്റെയും ദുർവാസമുനിയുടെയും ഒരു എപ്പിസോഡിൽ വരുന്ന ഒരു ശ്ലോകമാണ്. So this verse appears in Srimad Bhagavatam 9.4.68 in connection with a misunderstanding between Durvasa Muni and Maharaja Ambarish. നമുക്കെല്ലാവർക്കും ഈ സ്റ്റോറി അറിയാം. അംബരീഷ് മഹാരാജാവിനെ ദുർവാസമുനി ആ ചെറിയൊരു തെറ്റിദ്ധാരണയിൽ അദ്ദേഹത്തിനെ വധിക്കാൻ ശ്രമിച്ചു.
പക്ഷെ സുദർശൻ ചക്രം അദ്ദേഹത്തിന്റെ പിന്നാലെ ചേസ് ചെയ്യാൻ തുടങ്ങി. എല്ലാവരുടെ അടുത്ത് പോയി, എല്ലാ ദേവി ദേവതമാരുടെ അടുത്ത് പോയി, ആർക്കും സഹായിക്കാൻ സാധിച്ചില്ല. വിഷ്ണു ഭഗവാന്റെ അടുത്ത് പോയി. വിഷ്ണു പറഞ്ഞു എനിക്ക് ചെയ്യാൻ പറ്റില്ല, നേരെ അംബരീഷിന്റെ അടുത്ത് പോകാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ വിഷ്ണു ഭഗവാൻ പറയുന്ന ഒരു ശ്ലോകമാണത്. എന്തുകൊണ്ടാണ്? അഹം ഭക്ത പരാധീനോ, അതായത് ഐ എം കോൺകേർഡ് ബൈ മൈ ഡിവോട്ടീസ് എന്നാണ്. അഹം ഭക്ത പരാധീനോ, ഞാൻ എൻ്റെ ഭക്തന്മാരുടെ അധീനത്തിലാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഭക്തന്മാരെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ചെന്നാൽ അത് ഓട്ടോമാറ്റിക്കലി അവരുടെ അവസാനമായിരിക്കും, നാശമായിരിക്കും എന്നാണ് ചുരുക്കത്തിൽ. ഒരിക്കലും ഭഗവാന്റെ ഭക്തന്മാരെ നമ്മളെ ഒരിക്കലും ഒരു അപരാധം ചെയ്യാൻ പാടില്ല. ഈ സ്റ്റോറി ഇതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. So as a result of this misunderstanding, Durvasa Muni tried to kill the king. When Sudarshana Chakra, the celebrated weapon of Godhead, appeared on the scene for the devoted king's protection. Okay. വിഷ്ണുവിന്റെ അടുത്ത് ദുർവാസ മുനി ചെന്നപ്പോ എന്താ പറഞ്ഞേ? ഞാനും കൂടി അറിയാണ് ചക്ര എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നത്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നേരെ അംബരീഷ് മഹാരാജാവിന്റെ അടുത്ത് പോയിട്ട് മാപ്പപേക്ഷിക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ എന്താണ്, ഈവൻ ഒരുപാട് മറ്റുള്ള എക്സാമ്പിളും നമ്മളുടെ ശാസ്ത്രത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ജഗായ് മതായ്, നിത്യാനന്ദ പ്രഭുവിനെ അവരെ ഉപദ്രവിച്ചപ്പോ എന്താണ്, ചൈതന്യ മഹാപ്രഭു ഔദാര്യ പുരുഷോത്തമനാണ്, ഒരിക്കലും ഒരു വെപ്പൺ എടുക്കില്ല. അതായത് വധിക്കാനല്ല വന്നിരിക്കുന്നത്, നമ്മളുടെ ഉള്ളിലുള്ള ആ സിൻഫുൾ ടെൻഡൻസിയെ അതിനെ നശിപ്പിക്കാനാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരം. ഭഗവാൻ കൃഷ്ണൻ അങ്ങനെയല്ല. ഓക്കെ, ഭഗവാൻ കൃഷ്ണൻ ആരാണോ പാപം ചെയ്യുന്നത് അവരെ നശിപ്പിക്കും. ഇവിടെ നമ്മളെ നശിപ്പിക്കുന്നില്ല, നമ്മളുടെ സിൻഫുൾ ടെൻഡൻസിയെ നശിപ്പിക്കാനാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാര ഉദ്ദേശം. പക്ഷെ നേരെ മറിച്ച് ജഗായ് മതായി നിത്യാനന്ദ പ്രഭുവിനെ അങ്ങനെ ഇത് ചെയ്തപ്പോ എന്താണ് സംഭവിച്ചത്? ചൈതന്യ മഹാപ്രഭു ഉദ്ദേശം വന്ന് സുദർശൻ ചക്രം അയക്കാൻ. അപ്പോൾ നിത്യാനന്ദ പ്രഭുവാണ് തടഞ്ഞത്. അങ്ങയുടെ അവതാര ഉദ്ദേശം അതല്ല, ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കാരണം ഭഗവാൻ തന്നെ എന്ത് ചെയ്താലും ശരി സഹിക്കും, പക്ഷെ തൻ്റെ ഭക്തന്മാരെ എന്തെങ്കിലും ചെയ്താൽ ഒരിക്കലും സഹിക്കില്ല. അതാണ് വ്യത്യാസം. ഇവിടെ അംബരീഷ് മഹാരാജാവിന്റെ കേസിലും അത് തന്നെയാണ്. ഒരു ദേവീ ദേവതമാരും ദുർവാസ മുനിക്ക് ആശ്രയം കൊടുത്തില്ല. കാരണം ഭഗവാന്റെ എഗൻസ്റ്റ് ആരും പോവില്ല, ഭഗവാന്റെ ഭക്തന്മാരുടെ എഗൻസ്റ്റ് ആരും പോവില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈവൻ ചൈതന്യ മഹാപ്രഭു സുദർശന ചക്രം എടുക്കാൻ തുടങ്ങിയപ്പോൾ വേണ്ട അരുത്, അവർക്ക് മാപ്പ് കൊടുത്തു. അല്ലെ, ജഡഭരതന്റെയും അതാണ്. ജഡഭരതനെ ട്രൈബൽസ് ബലി കഴിക്കാൻ വേണ്ടി കൊണ്ടുപോയി. എനിക്ക് ഒന്നും പ്രൊട്ടസ്റ്റ് ചെയ്തില്ല. ജഡഭരതൻ അങ്ങനത്തെ ഒരു ജഡമാണ്. ജഡം പറഞ്ഞ ഒന്നും റിയാക്ട് ചെയ്യില്ല. കാരണം കഴിഞ്ഞ ജന്മത്തിൽ റിയാക്ട് ചെയ്തതിൻ്റെ ആ പ്രശ്നം അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ട് ജഡമായിട്ട് ജീവിക്കുകയാണ്. അപ്പോൾ ആ ജഡഭരതനെ ട്രൈബൽസ് ബലി കഴിക്കാൻ കൊണ്ടുപോയപ്പോൾ കാളി മാത, അതായത് ഭദ്രകാളിക്ക് സഹിച്ചില്ല. ആ ഡേറ്റ് നിന്ന് കാളി പുറത്തു വന്ന് തൻ്റെ ഭൂതഗണങ്ങളെല്ലായിട്ട് പുറത്തു വന്ന് അവരെല്ലാവരും കൊന്ന് ചോര കുടിച്ചു എന്ന് പറയുന്നു. ഒരിക്കലും ഒരു ഭക്തനെ ആരെങ്കിലും ഉപദ്രവിക്കാൻ ചെന്നാൽ ഭഗവാൻ സഹിക്കില്ല. കാരണം അഹം ഭക്ത പരാധീനം, ഭക്തന്മാരുടെ അധീനത്തിലാണ്. ഭക്തന്മാരെ ഒരിക്കലും നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇതാണ് ഈ ഒരു ശ്ലോകം വിഷ്ണു പറയുന്നതാണ്. ആരാണോ അപരാധം ചെയ്യുന്നത് അവിടെ ചെന്നിട്ട് മാപ്പ് ചോദിക്കാൻ, അംബരീഷ് മഹാരാജാവിന്റെ അടുത്ത് പോയിട്ട് മാപ്പ് ചോദിക്കാനാണ് പറയുന്നത്. So when the Sudarsana Chakra attacked Durvasa Muni, he fled in fear of the weapon and sought shelter from all the great demigods in heaven. എല്ലാ ദേവതമാരുടെ അടുത്ത് പോയിട്ട് അവിടെ ആശ്രയം, സഹായം ചോദിച്ചു. ഒരാൾക്കും കൊടുക്കാൻ പറ്റില്ല. Not one of them was able to protect him, and therefore Durvasa Muni prayed to Lord Vishnu for forgiveness. അവസാനം വിഷ്ണു ഭഗവാന്റെ, കാരണം വെച്ചാൽ ഈ ചക്രമാരാണ് വിഷ്ണു ഭഗവാനാണ്, അവിടെ ചെന്നിട്ട് മാപ്പ് അപേക്ഷിച്ചു. Lord Vishnu advised him, however, that if he wanted forgiveness, he had to get it from Maharaja Ambarisha, not from him. In this context, Lord Vishnu spoke this verse. ഈ കോണ്ടെക്സ്റ്റിലാണ് വിഷ്ണു ഭഗവാൻ ദുർവാസ മുനിയുടെ ഈ ശ്ലോകം പറയുന്നത്. ദ ലോർഡ്, കാണിച്ചാൽ എൻ്റെ ഹൃദയത്തിൽ ഡിവോട്ടീസ് മാത്രമേ ഉള്ളൂ. ഡിവോട്ടീസ് ഹൃദയത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പൊ അത്രയും ആണ്. അതായത് നമ്മളൊരു
വ്യത്യാസമായിട്ട് കാണാൻ പാടില്ല. ഭഗവാനെയും ഭഗവാന്റെ ഭക്തന്മാരെയും നമുക്ക് വ്യത്യാസമായിട്ട് തന്നെ കാണാൻ പാടില്ല എന്നാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. സോ ലോർഡ് ബീങ് ഫുൾ ആൻഡ് ഫ്രീ ഫ്രം പ്രോബ്ലംസ് ക്യാൻ ഹോൾ ഹാർട്ടഡ്ലി കെയർ ഫോർ ഹിസ് ഡിവോട്ടീസ്. His concern is how to elevate and protect all those who have taken shelter at his lotus feet. The same responsibility is also entrusted to the spiritual master. അപ്പോൾ അതേ തന്നെ ആ ഉത്തരവാദിത്വം തന്നെയാണ് ഭഗവാൻ എന്താണ് ചെയ്യുന്നത് അതേപോലെ തന്നെ സ്പിരിച്വൽ മാസ്റ്ററും ഗുരു അതേ തരത്തിൽ ഭഗവാനെ പോലെ തന്നെ കാണണം, വ്യത്യാസമായിട്ട് കാണണം. എന്നുവെച്ചാൽ പരമാത്മാവിന്റെ അതേ റെപ്രസെന്റേഷനാണ് എക്സ്റ്റേണലി മാനിഫെസ്റ്റഡ് ആയിട്ടുള്ള സ്പിരിച്വൽ മാസ്റ്റർ. The bona fide spiritual master's concern is how the devotees who have surrendered to him as a representative of the Lord may make progress in devotional service. The Supreme Personality of Godhead is always mindful of the devotees who fully engage in cultivating knowledge of him, having taken shelter at his lotus. The Bhagwan ഏത് എക്സ്റ്റെൻഡ് വരെയും പോകാൻ തയ്യാറാണ് തൻ്റെ ഭക്തന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്. ഈവൻ അദ്ദേഹത്തിന് ആ ധർമ്മത്തിന് വിപരീതമായിട്ട് പോകണമെന്നെങ്കിലും പോകും. അറ്റ് എനി കോസ്റ്റ് ഹി വിൽ സപ്പോർട്ട് ആൻഡ് പ്രൊട്ടക്ട് ദ ഡിവോട്ടീസ്. അതാണ് ഇന്ന് മനസ്സിലാക്കുന്നത്. സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് ഈസ് ഓൾവേസ് മൈൻഡ്ഫുൾ ഓഫ് ദ ഡിവോട്ടീസ് ഫുള്ളി എൻഗേജ് ഇൻ കൾട്ടിവേറ്റിംഗ് നോളേജ് ഓഫ് ഹിം, ഹാവിംഗ് ടേക്കൺ ഷെൽട്ടർ അറ്റ് ദ ലോട്ടസ് ഫീറ്റ്. അപ്പോൾ ആശ്രയം, കംപ്ലീറ്റ് ഷെൽട്ടർ, അത് ഭഗവാൻ കൃഷ്ണൻ അല്ലെങ്കിൽ വിഷ്ണു. അത്ര സർഗ വിസർഗസ്യ സ്ഥാനം പോഷണ ഉതയ മന്വന്ത്ര ഈശാനു കഥ നിരോധ മുക്തിർ ആശ്രയ. ഓക്കെ, അപ്പോൾ അൾട്ടിമേറ്റ്ലി നമ്മൾ ആശ്രയം ആരാണ്? കൃഷ്ണൻ അല്ലെ, വിഷ്ണു. ആ ആശ്രയം എടുത്താൽ പിന്നെ നമുക്കൊന്നും പേടിക്കാനില്ല. പിന്നെ ഭഗവാൻ നോക്കിക്കണം. ഭഗവാൻ ഈസ് എ പ്രൊട്ടക്ടർ. നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മളെ സാധാരണ നമ്മളുടെ കർമ്മഫലമാണ് നമ്മൾ ഭഗവാൻ കൊടുക്കുന്നത്. ഓക്കെ, നമ്മൾ വി ഡോണ്ട് എക്സ്പെക്ട് എനി ഫ്രൂട്ട്സ് ഓഫ് അവർ ആക്ടിവിറ്റീസ്. പക്ഷെ അങ്ങനെയല്ല, നമ്മളുടെ കർമ്മം കൂടിയും ഭഗവാന് കൊടുക്കണം. ഫ്രൂട്ട്സ് മാത്രമല്ല, നമ്മൾ ചെയ്യുന്ന കർമ്മം ഭഗവാന്റെ പ്രീതിക്കായിരിക്കണം. നമ്മളുടെ ഇൻഡിപെൻഡൻസ് കൂടി, നമ്മൾ അതായത് സോ കോൾഡ് ഇൻഡിപെൻഡൻസ്, ആ കുറച്ചൊരു ഫ്രീഡം നമുക്ക് തന്നിട്ടുണ്ട് ഭഗവാൻ, അതും കൂടിയും ഭഗവാന് കൊടുക്കണം. ഭഗവാനെ സറണ്ടർ ചെയ്യണം. നമുക്ക് ഇൻഡിപെൻഡൻസ് വേണം. ആ ഇൻഡിപെൻഡൻസ് ആണ് നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇൻഡിപെൻഡൻസ് കൂടിയും ഭഗവാനെ സറണ്ടർ ചെയ്തിട്ട് ഭഗവാനോട് പറയാ, യു ടേക്ക് കെയർ ഓഫ് മൈ വെഹിക്കിൾ, ഓക്കെ, യു ബി ദ ഡ്രൈവർ ഓഫ് മൈ കാർട്ട്. അങ്ങനെയാണ് നമ്മൾ. അപ്പോൾ ഭഗവാൻ, പിന്നെ നമുക്ക് ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഫിയർലെസ് ആയിട്ട് നമ്മുടെ പ്രഭുപാദരുടെ പേരെന്നാണ്? അഭയചരൻ. ഓക്കെ, വൺ ഹൂ ഈസ് ഫിയർലെസ് അറ്റ് ദ ലോട്ടസ് ഫീറ്റ് ഓഫ് ദ സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. അപ്പോൾ അതേപോലെ നമുക്കും ആവാൻ പറ്റും. നമ്മളുടെ ഫ്രൂട്ട്സ് മാത്രമല്ല, നമ്മളുടെ കർമ്മവും നമ്മളുടെ ഇൻഡിപെൻഡൻസും എല്ലാം സറണ്ടർ ചെയ്തിട്ട് പൂർണ്ണമായിട്ടും ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി നമ്മൾ സേവനം ചെയ്യുകയാണെങ്കിൽ we can be totally free from any fear. അതാണ് ഭഗവാൻ പറയുന്നത്. ടെക്സ്റ്റ് 63. ഭവദ്വിധാ ഭാഗവതാസ് തീർത്ഥഭൂതാ സ്വയം വിഭോ തീർത്ഥി കുർവന്തി തീർത്ഥാനി സ്വാന്താസ്ഥേന ഗദാഭൃതാം. ഭവദ്വിധാ ഭാഗവതാസ് തീർത്ഥഭൂതാ സ്വയം വിഭോ തീർത്ഥി കുർവന്തി തീർത്ഥാനി സ്വാന്താസ്ഥേന ഗദാഭൃതാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു ഭവദ്വിധ പ്രഭു ചൊല്ലണ. ഇല്ല, മാതാജി ചൊല്ലിക്കോളൂ. ഞാൻ ആരും ചെല്ലാത്തോണ്ട് ഞാൻ ചെല്ലാൻ തുടങ്ങിയതാണ്. മാതാജി ചൊല്ലിക്കോളൂ. ഹരേ കൃഷ്ണ. ഭവദ്വിധ ഭാഗവതാസ് തീർത്ഥഭൂത സ്വയം വിഭോ തീർത്ഥി കുർവന്തി തീർത്ഥാനി സ്വാന്തസ്വേന ഗദാഭൃത. ഹരേ കൃഷ്ണ. ആ പ്രഭുജി ചൊല്ലിക്കോളൂ. രാംകൃപാൽ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭവദ്വിധാ ഭാഗവതാസ് തീർത്ഥഭൂതാ സ്വയം വിഭോ തീർത്ഥി കുർവന്തി തീർത്ഥാനി സ്വാന്തസ്തേന ഗദാഭൃത. ഓം തത്സത്. ഹരേ കൃഷ്ണ പ്രഭു. Thank you. Saints of your caliber are themselves places of pilgrimage because of their purity. They are constant companions of the Lord, and therefore they can purify even the places of pilgrimage. അപ്പോൾ എന്താണ് പറയുന്നത്? സെയിൻസ് ഓഫ് യുവർ കാലിബർ ആർ ദംസെൽസ് പ്ലേസസ് ഓഫ് പിൽഗ്രിമേജ്. അതായത് സെയിൻലി പേഴ്സണാലിറ്റീസ്, സാധുജനങ്ങൾ അവരെവിടെ പോകുന്നു
ആ സ്ഥലം പിൽഗ്രിമേജ്, ആ സ്ഥലം തീർത്ഥാടനമാണ്. ഭക്തി തീർത്ഥ സ്വാമി മഹാരാജ്, ശ്രീല പ്രഭുപാദർ ഒരു വരിഷ്ഠ ശിഷ്യൻ, അദ്ദേഹം ഇപ്പം ഇല്ല. അദ്ദേഹത്തിന്റെ അവസാന സമയം ക്യാൻസർ പിടിച്ചിട്ടാണ് അദ്ദേഹം ഇവിടെ തിരോഭാവം സംഭവിച്ചത്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ചോദിച്ചു എന്തുകൊണ്ട് വൃന്ദാവനത്തിലോ അല്ലെങ്കിൽ മായപ്പൂര് പോയിട്ട് ദേഹം വെടിഞ്ഞുകൂടാ അവസാന സമയം. അദ്ദേഹം പറഞ്ഞു, ശ്രീല പ്രഭുപാദർ ഇവിടെ ന്യൂ വൃന്ദാവൻ, അതായത് വെസ്റ്റ് വെർജീനിയ, അവിടെ ഒരുപാട് കാലം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ പ്രാവശ്യം അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അത് വൃന്ദാവനത്തിലും കുറവല്ല, അതൊരു ന്യൂ വൃന്ദാവനാണ്. അപ്പൊ ഞാൻ വൃന്ദാവനത്തിൽ പോയിട്ട് എൻ്റെ ദേഹം വെടിഞ്ഞാലും ശരി, ഇവിടെ ദേഹം ആസ് ഗുഡ് ആസ് ലിവിങ് മൈ ബോഡി ഇൻ വൃന്ദാവൻ ഓൺലി, യാതൊരു വ്യത്യാസമില്ല. സോ ഐ ഡോണ്ട് ഗോ ടു ദാറ്റ് വൃന്ദാവന. ദിസ് പ്ലേസ് ഇസ് ആൾസോ ബിക്കോസ് പ്രഭുപാദ് ഒരുപാട് അവിടെ സമയം ചെലവഴിച്ചിട്ടുണ്ട്, താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ന്യൂ വൃന്ദാവനാണ് എനിക്ക് അവിടെ ചെയ്തത്. സോ ഹി ഓപ്റ്റഡ് ടു ലിവ് ഹിസ് ബോഡി ദർ ഇൻ ന്യൂ വൃന്ദാവൻ ഇൻ USA. ഇപ്പോൾ എവിടെയെല്ലാം ഭക്തജനങ്ങള് സാധുജനങ്ങൾ പോകുന്നു അവിടെ എല്ലാം അവരുടെ ഹൃദയത്തില് അവർ വൃന്ദാവനം കൊണ്ടുപോകും, മായപ്പൂർ കൊണ്ടുപോകും, അയോധ്യ കൊണ്ടുപോകും, കാശി, രാമേശ്വരം എല്ലാം കൊണ്ടുപോകും. എവിടെ ഭക്തന്മാർ പോകുന്നു അതാണ് ഭക്തന്മാരുടെ സ്പെഷ്യാലിറ്റി. അതാണ് പറയുന്നത്, സെയിൻസ് ഓഫ് യുവർ കാലിബർ ആർ ദംസെൽസ് പ്ലേസസ് ഓഫ് പിൽഗ്രിമേജ്, തീർത്ഥി കുർവന്തി തീർത്ഥാനി. Because of their purity, they are constant companions of the Lord, and therefore they can purify even the places of pilgrimage. നമ്മുടെ ഗംഗ, യമുന, സിന്ധു, കാവേരി ഈ പുണ്യ നദികളിലൊക്കെ സാധാരണ ജനങ്ങളെ പാപങ്ങൾ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയിട്ട് സ്നാനം ചെയ്യാറുണ്ട്. അപ്പോൾ ഇവരെല്ലാം ചെന്ന് ഭഗവാനോട് കംപ്ലൈന്റ് ചെയ്തു, അപ്പോൾ നമ്മളുടെ ഒരുപാട് പാപകർമ്മങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ വന്ന് കുളിച്ചിട്ട് ഞങ്ങളുടെ ഈ ജലത്തിനെ മലിനീകരണം ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഞങ്ങൾക്ക് അതിന് പുറത്തു വരാൻ പറ്റുക? പേടിക്കണ്ട, സാധുജനങ്ങൾ വന്ന് നിങ്ങളുടെ വെള്ളത്തിൽ സ്നാനം ചെയ്യുമ്പോൾ അതെല്ലാം അവര് പ്യൂരിഫൈ ചെയ്യുന്ന പറയുന്നത്. അതാണ് പറയുന്നത്, ബിക്കോസ് ഓഫ് ദെയർ പ്യൂരിറ്റി ദേ ആർ കോൺസ്റ്റന്റ് കമ്പനിയൻസ് ഓഫ് ദ ലോർഡ്. അവരെ പ്യൂരിറ്റി കൊണ്ട് എവിടെയെങ്കിലും പാപങ്ങൾ ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിൽ അതിനെ പ്യൂരിഫൈ ചെയ്യാനുള്ള ആ പവറും ആ ശക്തിയും ആർക്കുണ്ട്? സെയിൻലി പേഴ്സണാലിറ്റീസ്, സാധുജനങ്ങൾക്കുണ്ട്. And they can purify even the places of pilgrimage. ഒരു സമയത്ത് കുംഭമേളയില് പ്രഭുപാദ അവിടെയായിരുന്നു കുംഭമേള, പ്രയാഗില തോന്നുന്നു, പ്രയാഗിലാണ് ആ കുംഭമേള ഉണ്ടായിരുന്നത്. ആ സമയത്ത് പ്രഭുപാദയെ കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ഡിവോട്ടീസ് വന്നു. അപ്പോൾ ഒരു ഡിവോട്ടി ഒരു ഒരു കുടത്തില് കുറച്ച് ഗംഗാജലം കൊണ്ടുവന്ന് പ്രഭുപാദരെ കാലിനെ അഭിഷേകം ചെയ്തു. പ്രഭുപാദ് ചോദിച്ചു, ഗംഗയിൽ പോയി? ഇല്ല. അങ്ങക്ക് എന്തിനാ ഗംഗയില്, ഞാൻ ഗംഗ ഇങ്ങോട്ട് കൊടുന്നിട്ട് പറഞ്ഞിട്ട് പ്രഭുപാദരെ കാലില് ആ ഗംഗാജലം എടുത്തിട്ട് അഭിഷേകം ചെയ്തു. അതാണ് ഡിവോട്ടീസിന്റെ ഒരു മഹിമ എന്ന് പറയുന്നത്. അവരെവിടെ ചെല്ലുന്നു അവരെല്ലാം തീർത്ഥസ്ഥലമാക്കും. പ്രഭുപാദ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ പോയി, യൂറോപ്യൻ കൺട്രീസിൽ പോയി, ആഫ്രിക്കൻ കൺട്രീസിൽ പോയി, അവിടെയെല്ലാം എവിടെയെല്ലാം പാദസ്പർശം ഏറ്റിട്ടുണ്ടോ അവിടെയെല്ലാം തീർത്ഥാടന സ്ഥലങ്ങളാണ്. അപ്പൊ നമ്മൾ പ്രഭുപാദ എവിടെയൊക്കെ പോയിട്ടുണ്ടോ, അമേരിക്കൻ കൺട്രീസിലും ശരി, അമേരിക്കയിലും ശരി, യൂറോപ്യൻ കൺട്രീസ്, അവിടെ എല്ലാം നമുക്ക് തീർത്ഥാടന സ്ഥലങ്ങളാണ്. നമ്മളിപ്പോൾ അവിടെ അയോധ്യയിൽ പോകുന്നുണ്ട്, കാശിയിൽ പോകുന്നുണ്ട്, അതുപോലെ മായപ്പൂർ, വൃന്ദാവനം. അതേപോലെ പ്രഭുപാദ എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെയൊക്കെ നമുക്ക് തീർത്ഥാടന സ്ഥലമായിട്ട് കാണണം, വ്യത്യാസമായിട്ട് കാണാൻ പാടില്ല. സെയിൻലി പേഴ്സണാലിറ്റീസ് ആണ് അവരെല്ലാം. ഭീമൻ നാരദ മഹർഷി വന്ന സമയത്ത് ഹനുമാൻ എന്താ ചെയ്തത്? ഹനുമാൻ തൻ്റെ വീണെടുത്തിട്ട്, എനിക്ക് തോന്നുന്നു ഓർമ്മ ശരിയാണെങ്കിൽ വീണെടുത്തിട്ട് ഓടുകയാണ് എല്ലാ സ്ഥലത്തേക്കും. ഹനുമാൻ പിന്നാലെ വീണ തരാൻ വേണ്ടി പോവാണ്. അപ്പോൾ തൻ്റെ വീട്ടിലെ ഹെർമിറ്റേജിലെ എല്ലാ സ്ഥലത്തും പോവാണ്. പിന്നാലെ നാരദ മഹർഷിയും പോവാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ പിന്നെ അവസാനം കൊടുക്കും. കാരണം ഒരു സെയിൻലി പേഴ്സണാലിറ്റി പാദസ്പർശം എൻ്റെ വീട്ടിലെ എല്ലാ സ്ഥലത്തും വേണമെന്ന് പറഞ്ഞിട്ടാണ് ഹനുമാൻ ഇത് കൊണ്ടുപോകുന്നത്. അത് അങ്ങനെ പിന്നാലെ നാരദ മഹർഷി പോയപ്പോൾ തൻ്റെ വീട്ടിലെ എല്ലാ സ്ഥലത്തും അദ്ദേഹത്തിൻ്റെ ആ പാദസ്പർശം ഏറ്റു. അപ്പൊ അത്രയും ഒരു പ്യുവറാണ് സെയിൻലി പേഴ്സണാലിറ്റീസിന്റെ ആ പ്രസൻസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. So this verse was spoken by Maharaja Yudhishthira to Vidura in Srimad Bhagavatam. Maharaja Yudhishthira was receiving his saintly uncle Vidura, who had been visiting sacred places of pilgrimage. അപ്പോൾ
വിതുരന് യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പോയി പിൽഗ്രിമേജ് തീർത്ഥാടനത്തിന് പോയി അല്ലേ? അതിനുശേഷം മഹാരാജ് യുധിഷ്ഠിരനെ കാണാൻ പോകുമ്പോൾ സംസാരിച്ച ഒരു ശ്ലോകമാണത്. So Maharaja Yudhishthira told Vidura that pure devotees like him are personified holy places because the Supreme Personality of Godhead is always with them in their hearts. ശുദ്ധ ഭക്തന്മാരെ ഇപ്പൊ നമ്മളുടെ ഹൃദയത്തിലില്ലേ ഉണ്ട്, പക്ഷെ എന്താണ് വ്യത്യാസം? നമ്മളത് റിയലൈസ് ചെയ്യുന്നില്ല, അവർ റിയലൈസ് ചെയ്തിട്ടുണ്ട്. So by their association, sinful persons are freed from sinful reactions, and therefore wherever a pure devotee goes in a sacred place of pilgrimage, the importance of holy places is due to the presence there of such pure devotees. നമ്മള് തീർത്ഥാടനത്തിന് പോകുന്നുണ്ട്, ഒരു പിക്നിക് ആയിട്ടാണ് നമ്മൾ മിക്ക ആൾക്കാരും പോകുന്നത്, എല്ലാവരും. കാരണം എല്ലാം അർജൻസിയാണ്. പെട്ടെന്ന് ഒരുപാട് സ്ഥലം കാണും, ഒരുപാട് അമ്പലങ്ങൾ വിസിറ്റ് ചെയ്യണം, ഇതൊക്കെയാണ് നമ്മുടെ മനസ്സിൽ. പക്ഷെ ഒരു പിൽഗ്രിമേജ് പോയാൽ അവിടെ കുറച്ച് ദിവസം 1-2 ദിവസം നിന്ന് സെയിൻലി പേഴ്സണാലിറ്റി കടന്ന് അവിടുന്ന് അവരിന്ന് തിരുമുഖത്തുനിന്ന് ഈ കാര്യങ്ങളെല്ലാം ശ്രവിച്ച് നമ്മളൊരു നല്ല ജീവിതം നയിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അല്ലാണ്ട് ഒരു പിക്നിക്കിന് പോയ പോലെ പോയിട്ട് കാര്യമില്ല എന്ന് പറയും. പക്ഷെ എങ്കിലും അറ്റ്ലീസ്റ്റ് അവിടെ പോകുന്നുണ്ടോ അതെങ്കിലും നമുക്ക് നന്നായിട്ട് കാണാം. പക്ഷെ ആക്ച്വലി പോകുന്ന സമയത്ത് എസ്പെഷ്യലി മായാപൂരോ വൃന്ദാവനിലോ അയോധ്യയിലോ എവിടെ പോകണം, സെയിൻലി പേഴ്സണാലിറ്റീസ് ഉണ്ട്. അവരുടെ തിരുമുഖത്തുനിന്ന് നമുക്ക് കേൾക്കണം, ഭഗവാന്റെ കഥകൾ കേൾക്കണം. അപ്പോൾ അവരുടെ തിരുമുഖത്ത് നിന്ന് നമുക്ക് കേൾക്കുമ്പോൾ നമ്മളുടെ ഹൃദയത്തിലുള്ള ഒരുപാട് കൽമശങ്ങൾ ഒക്കെ അത് നഷ്ടമാവും അല്ലെ. കാമക്രോധ ലോഭമോഹ മതമാശ്ചര്യം ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം അവരുടെ ആ ഒരു അസോസിയേഷനിൽ ഒക്കെ സാധുസംഘ സർവശാസ്ത്രക്കോയെ ലവമാത്ര സാധുസംഘ സർവസിദ്ധിയോയി എന്ന് പറയുന്നത്. അപ്പൊ ആ ലവമാത്ര സാധുസംഘം മതി നമുക്ക്. ആക്ച്വലി നമുക്ക് ആ സിൻസിയറിറ്റി ഉണ്ടെങ്കിൽ, ലവ എന്ന് പറഞ്ഞാൽ 1/11th of a second എന്ന് പറയുന്നത്, അത്രയും ഒരു സാധുസംഘം നമുക്ക് കിട്ടിയാൽ മതി. നമുക്ക് ആ സിൻസിയറിറ്റി ഉണ്ടെങ്കിൽ, എനിക്കും ഒരു നല്ല ഭക്തനാവാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ അത്രയും മതി നമ്മളുടെ ആ പ്യൂരിഫിക്കേഷൻ. സോ ബൈ ദർ അസോസിയേഷൻ sinful persons are freed from sinful reactions, and therefore whatever a pure devotee goes is a sacred place of pilgrimage. The importance of holy places is due to the presence there of such pure devotees. അപ്പോൾ തീർത്ഥാടനം ഒരു തീർത്ഥാടന സ്ഥലമാക്കുന്നത് ആരാണ്? പ്രസൻസ് ഓഫ് ദ പ്യൂർ ഡിവോട്ടീസ്, അവരുടെ സാന്നിധ്യമാണ്, സാധുജനങ്ങളുടെ സാന്നിധ്യമാണ് ആ സ്ഥലത്തിനെ തീർത്ഥാടനമാക്കി മാറ്റുന്നത്. ശേഭക്തഗണഹയ ദ്വിവിധ പ്രകാര പരിഷാദ് ഗണ ഏക സാധക ഗണ ആരാ. ശേഭക്തഗണഹയ ദ്വിവിധ പ്രകാര പരിഷാദ് ഗണ ഏക സാധക ഗണ ആരാ. ഹരിബോൾ. ഹരേ കൃഷ്ണ. സേ ഭക്തഗണഹയ ദ്വിവിധ പ്രകാര പാരിഷദ് ഗണ ഏക സാധക ഗണാര. ഹരേ ബോൾ. താങ്ക് യു മാജി. ഭക്തഗണ വിവിധ പ്രകാര പാരിഷദ് ഗണ ഏക സാധക ഗണ ആര. ഹരേ കൃഷ്ണ. 2 തരത്തിലുള്ള ഭക്തന്മാരുണ്ടെന്നാ പറയുന്നത്. ആരാണത്? Such pure devotees are of 2 types. Personal associates, പാർഷദ് അല്ലെ, ആൻഡ് നിയോഫൈറ്റ് ഡിവോട്ടീസ് സാധകാസ്. അപ്പൊ 2 തരത്തിലുള്ള ഭക്തന്മാരുണ്ട്. ഒന്ന് ഭഗവാന്റെ പേഴ്സണൽ അസോസിയേറ്റ്സ്, ഇന്നർ സർക്കിളിലെ ഡിവോട്ടീസ്, ആൻഡ് നിയോഫൈറ്റ് സാധകാസ്, വൈദി സാധന ഭക്തി ചെയ്തിട്ടുള്ള ആ നിയോഫൈറ്റ് ഡിവോട്ടീസ്. So perfect servitors of the Lord are considered his personal associates, whereas devotees endeavoring to attain perfection are called neophytes. Sadhakas, okay, Vaidhi sadhana bhakti cheyunna, they are trying to attain perfection. Avare neophytes parayum. Among the associates, some are attracted by the opulences of the personality of Godhead, and others are attracted by nuptial love of Godhead. അപ്പോൾ ഒന്ന് ഐശ്വര്യം, ഒന്ന് പ്രേമം, സ്നേഹം, അതാണ് അട്രാക്ഷൻ. സോ ദ ഫോമർ ഡിവോട്ടീസ് ആർ പ്ലേസ്ഡ് ഇൻ ദ realm of Vaikunta to render reverential devotional service, whereas the later devotees are placed in Vrindavana for the direct service of Sri Krishna. അപ്പോൾ ഭഗവാനെ നമുക്ക് വ്യത്യസ്ത രസങ്ങളിൽ നമുക്ക് ഒരു റിലേഷൻ സ്ഥാപിക്കാൻ പറ്റും ഭഗവാൻ. അതായത്
ശാന്തരസ, ദാസരസ, ദെൻ സഖ്യരസ, വാത്സല്യരസ, മാധുര്യരസ. ഇപ്പോൾ വൈകുണ്ഠത്തിലുള്ള അസോസിയേറ്റ്സ്, ആ ഡിവോട്ടീസ് എന്താണ്? ഐശ്വര്യഭാവത്തിലാണ്. അവിടെ മാക്സിമം എന്താണ്? ശാന്തരസം, ദാസ്യരസം, അതാണ് കൂടുതൽ. ഓവൻ റെവറൻഷ്യൽ മൂഡാണ്. ഭഗവാന്റെ ഓപ്പുലൻസിനെ അവിടെ നമുക്ക് സഖ്യരസം നടക്കില്ല, വാത്സല്യരസം നടക്കില്ല, മാധുര്യരസം നടക്കില്ല വൈകുണ്ഠത്തിൽ. ഓക്കെ, അപ്പോൾ ഇവ ഉണ്ടെങ്കിൽ തന്നെ അത് ഐശ്വര്യ മിക്സർ ആവും. ശുദ്ധമായിട്ടുള്ള വാത്സല്യരസോ അല്ലെങ്കിൽ മാധുര്യരസോ അല്ലെങ്കിൽ സഖ്യരസോ വൈകുണ്ഠത്തിൽ കിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ എന്ത് മിശ്രിതമായിരിക്കും? ഐശ്വര്യ മിശ്രിതമായിട്ടുള്ള ഇതായിരിക്കും. സാധാരണ അവിടെ കണ്ടുവരുന്നതെന്നാണ് ദാസ്യരസം, ശാന്തരസം, ദാസ്യരസമാണ് കൂടുതൽ. വിത്ത് ഓവൻ റെഫറൻസ് ആയിട്ട്, അതായത് ഇപ്പോ വിഷ്ണു ഭഗവാന്റെ കൂടെ ആർക്കും കൃഷ്ണ ഭഗവാന്റെ കൂടെ കളിക്കുന്ന പോലെ കളിക്കാൻ പറ്റില്ല. സഖ്യ ഭാവത്തിലോ വാത്സല്യ ഭാവത്തിലോ അല്ലെങ്കിൽ മാധുര്യ ഭാവത്തിലോ വിഷ്ണു ഭഗവാന്റെ കൂടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. അതാണ് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. Some are attracted by the opulences of the personality of God. അപ്പൊ അട്രാക്ഷൻ എന്താണ്? ഐശ്വര്യഭാവത്തിലുള്ള അട്രാക്ഷൻ കാരണമാണ് നമ്മളെ വൈകുണ്ഠത്തിൽ പ്ലേസ് ചെയ്യുന്നത് അങ്ങനത്തെ ഡിവോട്ടീസ്. നേരെ മറിച്ച് നമ്മൾ ശരിക്കും സഖ്യഭാവത്തിലോ വാത്സല്യഭാവത്തിലോ അല്ലെങ്കിൽ മാധുര്യഭാവത്തിലാണെങ്കിൽ അവരെ എവിടെ പ്ലേസ് ചെയ്യും? അതാണ് നമ്മുടെ മൂടെങ്കിൽ അത് നമ്മൾ ഗോലഗോവർദ്ധാണ്. അതാണ് ഇവിടെ whereas the later devotees are placed in Vrindavana for the direct service of Krishna. അവിടെ ഐശ്വര്യ മിശ്രിതമില്ല, പ്യുവറാണ്. ഇപ്പൊ മാധുര്യം പറഞ്ഞാൽ ശുദ്ധ മാധുര്യമാണ്. ഒരു ഗോപികമാരും ഒരു ഗോപന്മാരും ഭഗവാനെ ഭഗവാനായിട്ട് കാണുന്നില്ല. അവിടെ ഭഗവാനും തൻ്റെ ഭഗവത്വം മറന്നിട്ടാണ് അവിടെ തൻ്റെ ഭക്തന്മാരായിട്ട് ഡീൽ ചെയ്യുന്നത്. അതുപോലെ ഭക്തന്മാരും കൃഷ്ണനെ ഭഗവാനായിട്ട് കാണുന്നില്ല. കാരണം ആ മാധുര്യഭാവം അല്ലെങ്കിൽ സഖ്യഭാവം അല്ലെങ്കിൽ വാത്സല്യഭാവം സോ മച്ച് അത്രയും കൂടുതലാണ്. ആ ഐശ്വര്യഭാവം എന്നാണ് അത് കാർപ്പൻ്റെ അടിയിൽ പോകും. ഐശ്വര്യഭാവം ഉണ്ട്, പക്ഷെ ആർക്കും അറിയില്ല. അത്രയും കൂടുതലാണ് സഖ്യഭാവം, വാത്സല്യഭാവം, മാധുര്യഭാവം, സോ മച്ച് ഒരു ക്വാണ്ടിറ്റി. മറ്റ് ഐശ്വര്യമെല്ലാം എന്താ ടേക്ക് എ ബാക്ക് സീറ്റ്. ഭഗവാനും അത് ആഗ്രഹിക്കുന്നില്ല, ഭക്തന്മാരും ആഗ്രഹിക്കില്ല. യശോദമ്മയോട് എത്ര പ്രാവശ്യം പറഞ്ഞു? ഭഗവാൻ ഇൻഡയറക്ട്ലി മറ്റുള്ളവർക്ക് പറയുന്നുണ്ട്. ഇത് അറിയോ ആരാണെന്ന്? അങ്ങയുടെ മകൻ ആരാണെന്നറിയോ? പൂർണ്ണ പുരുഷോത്തം ഭഗവാനാണ്. എന്ത് ഭഗവാൻ? പേടിക്കുമ്പോൾ എൻ്റെ സാരിത്തുമ്പും പിടിച്ചിട്ട് പിന്നിൽ നിൽക്കുന്ന ആളാണോ ഭഗവാൻ എന്ന് ചോദിക്കുന്നത്. അപ്പൊ അവിടെ എത്ര ഐശ്വര്യം പറഞ്ഞു കൊടുത്താലും യശോദമായിക്കോ നന്ദഗോപർക്കോ അല്ലെങ്കിൽ ഗോപബാലന്മാർക്കോ ഗോപികമാർക്കോ ഇതൊന്നും മനസ്സിലാവില്ല. സോ ആ വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. വൈകുണ്ഠത്തില് നമ്മൾ സർവീസ് ചെയ്യുന്നത് റെവറൻഷ്യൽ മൂഡിലാണ്. ഓവൻ റെവറൻസ്, ആദരവ്, ഐശ്വര്യം. വൃന്ദാവനത്തില് അത് ഒരു ഐശ്വര്യമില്ല. ആ വ്യത്യാസം ഇവിടെ പറയുന്നു. ഈശ്വരേര അവതാര ഏതേന പ്രകാരം अंश अवतारा आरा गुण अवतारा शक्त्यावेश अवतारा तृतीय ये मता अंश अवतारा पुरुषा मत्स्याधिकायता ईश्वरेर अवतारा एतेन प्रकारा अंश अवतारा आरा गुण अवतारा शक्त्यावेश अवतारा तृतीय ये मता अंश अवतारा पुरुष मत्स्याधिकायता. हरे कृष्ण. ഹരേ കൃഷ്ണ. ഈശ്വരര അവതാര യതിന പ്രകാര अंश अवतार आरा गुण अवतार शक्त्यावेश अवतार तृतीय मात्र अंश अवतार पुरुष मत्स्याधिकायत. हरे कृष्ण. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഈശ്വരേരാവതാര ഏതിന പ്രകാര अंशावतार आर गुणावतार शक्त्यावेशावतार तृतीय माद
അംശാവതാര പുരുഷ മത്സ്യാധികായത. ഹരിബോൾ. ഹരിബോൾ. അപ്പൊ നമ്മള് ഇപ്പൊ ഭഗവാനെ പറ്റി ചർച്ച ചെയ്തു, ഭഗവാന്റെ ഭക്തന്മാരെ ഡിവോട്ടീസിനെ പറ്റി ചർച്ച ചെയ്തു, പിന്നെ ഗുരുവിനെ പറ്റി ചർച്ച ചെയ്തു, പിന്നെ ഇപ്പൊ ആരാണ്, ശക്തിയെ പറ്റി അല്ലെ, ഇപ്പൊ 4 ഇപ്പൊ എന്താണ് അവതാരം. അഞ്ചാമത്തെ. അപ്പൊ എത്ര തരത്തിലുള്ള അവതാരം ഉണ്ട്? ഇതിൽ പറയുന്നത് പ്രധാനപ്പെട്ട 3 തരത്തിലുള്ള അവതാരം ഉണ്ട് എന്നാണ് പറയുന്നത്. There are 3 categories of incarnations of Godhead: partial incarnations, qualitative incarnations, and empowered incarnations. The Purushas and Matsya are examples of partial incarnations. പ്രധാനപ്പെട്ട 3 ഇൻകാർണേഷൻസ് ആണ് ഉള്ളത്. അതിൽ പാർഷ്യൽ, ക്വാളിറ്റേറ്റീവ് ആൻഡ് എംപവേർഡ്, അതാണ് ഇവിടെ 3 പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തീനപ്രകാര അംശ അവതാര പാർഷ്യൽ, ഗുണാവതാര. ആരൊക്കെയാണ് ഗുണാവതാരങ്ങള്? ആരൊക്കെ ഗുണാവതാരങ്ങള്? ക്വാളിറ്റേറ്റീവ് ഇൻകാർണേഷൻ, യെസ്, ബ്രഹ്മ വിഷ്ണു മഹേശ്വര. അംശാവതാരങ്ങളോ? മത്സ്യ, കൂർമ്മ, വരാഹ, ഇതൊക്കെ ഇല്ലേ? ദ പുരുഷാസ് ആൻഡ് മത്സ്യ ആർ എക്സാമ്പിൾസ് ഓഫ് പാർഷ്യൽ ഇൻകാർണേഷൻസ്. പിന്നെന്താണ് ശക്തി ആവേശാര? ആരൊക്കെയാണ് ശക്തി ആവേശ അവതാരം ഉദാഹരണങ്ങള്? വ്യാസമഹർഷി, ഓക്കെ. ഋതു, കപില, ഇതൊക്കെ പരശുരാമ, യെസ്, ഇതൊക്കെ എംപവേർഡ് ഇൻകാർണേഷൻസ് ആണ്. ഓക്കെ, അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇപ്പൊ 3, പക്ഷെ ആക്ച്വലി 6 തരത്തിലുള്ള ഇൻകാർണേഷൻ ഉണ്ട്. ലീലാവതാരങ്ങള്, പുരുഷാവതാരങ്ങൾ, യുഗാവതാരങ്ങൾ, ശക്തി അവതാരങ്ങള്, മന്വന്തരാവതാരങ്ങള്, പിന്നെ ഏതാ ഒന്നുകൂടി, അങ്ങനെ 6 തരത്തില്. ഇപ്പൊ ഇവിടെ 3 കാറ്റഗറി പറ്റിയാണ് പറയുന്നത്. ടെക്സ്റ്റ് 67. ബ്രഹ്മ വിഷ്ണു ശിവ തേന ഗുണാവതാരേ ഗണി ശക്ത്യാവേശ സനകാദി പൃഥു വ്യാസമുനി. ബ്രഹ്മ വിഷ്ണു ശിവ തേന ഗുണാവതാരേ ഗണി ശക്ത്യാവേശ സനകാദി പൃഥു വ്യാസമുനി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ബ്രഹ്മ വിഷ്ണു ശിവ 3 ഗുണാവതാരേ ഗാനി ശക്തി ആവേശ സനകാദി പൃഥു വ്യാസമുനി. ഹരേ കൃഷ്ണ. ബ്രഹ്മ വിഷ്ണു ശിവ തേന ഗുണവതാരേ ഗണി ശക്തിയാവേശ സനകാദി പൃഥു വ്യാസമുനി. ഹരിബോൾ. അപ്പൊ ആരൊക്കെയാണ് ഗുണാവതാരങ്ങൾ, ആരൊക്കെയാണ് ശക്തി ആവേശ അവതാരങ്ങൾ ഇതിൽ പറയുന്നത്? ബ്രഹ്മ വിഷ്ണു ശിവ ആർ ക്വാളിറ്റേറ്റീവ് ഇൻകാർണേഷൻ ആണ് ഗുണാവതാരങ്ങൾ. എംപവേർഡ് ഇൻകാർണേഷൻസ് ആർ ദോസ് ലൈക്ക് ദ കുമാരാസ്, കിങ് പൃഥു ആൻഡ് മഹാമുനി വ്യാസ, ദ കമ്പൈലർ ഓഫ് ദ വേദസ്. അപ്പൊ ബ്രഹ്മാവ്, വിഷ്ണു, ശിവ. അപ്പൊ 3 എന്താണ്? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണത്തില്. ബ്രഹ്മാവ് ഏത് ഗുണത്തിന്റെയാണ് അവതാരം? രജോഗുണം. വിഷ്ണു? രജോഗുണം. വിഷ്ണു? സത്വഗുണം. ശിവ? തമോഗുണം. അപ്പൊ ഇവരെല്ലാം തമോ ഗുണത്തിലും സത്വഗുണത്തിലും രജോ ഗുണത്തിലാണോ? അല്ല, അതിന്റെ മാസ്റ്ററാണ്, അതിന്റെ മാസ്റ്ററാണ്, ആ ഗുണത്തിന്റെ മാസ്റ്ററാണ്. ഒരാളും തെറ്റിദ്ധരിക്കോ ശിവൻ തമോ ഗുണതല്ല. ആ തമോ ഗുണത്തിലുള്ള ജീവജാലങ്ങളുടെ മാസ്റ്റർ ഉള്ളൂ. വിഷ്ണു കാരണം ഓരോരുത്തർക്കും ഓരോ പോർട്ട്ഫോളിയോ ഉണ്ട്. സൃഷ്ടി, സ്ഥിതി, സംഹാരം. സൃഷ്ടി എന്നിട്ടാണ് രജോ ഗുണത്തിലെ സൃഷ്ടി നടക്കുള്ളൂ, അല്ലേ? അപ്പൊ ആ പോർട്ട്ഫോളിയോ ആരെടുത്തിരിക്കുന്നത്? ബ്രഹ്മാവ്. സ്ഥിതി, മെയിൻ്റനൻസ് ഏത് ഗുണത്തിലാണ് നടക്കുക? സത്വഗുണത്തില്. അത് സ്വയം ഭഗവാൻ വിഷ്ണു എടുത്തു. ഡിസ്ട്രക്ഷൻ, സംഹാരം, അത് തമോ ഗുണത്തിൽ നടക്കുന്നു. അപ്പൊ ലോർഡ് ശിവ. അപ്പൊ അങ്ങനെ 3 ഗുണാവതാരം. എംപവേർഡ് ഇൻകാർണേഷൻസ്, അതായത് നമ്മൾ ശക്തി ആവേശം, ശക്തി അതില് ഇൻവെസ്റ്റ് ചെയ്യാണ്, ശക്തി ആവേശം. അപ്പൊ അതിന്റെ ഉദാഹരണങ്ങളാണ് സനത് കുമാരാസ്, സനത്, സനാതന, സനന്ദ, സനക. ഈ 4 കുമാരന്മാർ ആരുടെ മക്കളാണ്?
ബ്രഹ്മാവിന്റെ ആദ്യത്തെ അല്ലെ ആദ്യത്തെ പുത്രന്മാരാണ്. കിങ് പൃഥു, നമുക്കറിയാം കിങ് പൃഥുവിന്റെ അദ്ദേഹം ആണ് ശക്തി ആവശ്യം. ആൻഡ് മഹാമുനി വ്യാസ, കൃഷ്ണ ദ്വൈപായന വ്യാസദേവ്, കമ്പൈലർ ഓഫ് വേദാസ്. വ്യാസമഹർഷി എല്ലാ കലിയുഗത്തിലും അവതരിക്കുന്നതാണ്. അപ്പോ ചില സമയത്ത് ഭഗവാൻ സ്വയം വ്യാസമഹർഷിയായിട്ട് വരും, ചില സമയത്ത് അത് ശക്തി ആവേശ അവതാരമായിട്ട് വരും. വ്യാസൻ ഓരോ കലിയുഗത്തിലും വരുന്നുണ്ടെന്നത്. ഈ സമയത്തുള്ള ഈ പർട്ടിക്കുലർ ചതുർയുഗത്തെ എൻഡ് ഓഫ് ദ്വാപരയുഗ, ബിഗിനിങ് ഓഫ് കലിയുഗത്തിലെ വ്യാസദേവനാണ് കൃഷ്ണ ദ്വൈപായന വ്യാസ. അപ്പൊ ശക്തി ആവശ്യ അവതാരം. ദ്വിരൂപേ ഹയ ഭാഗവയനേര പ്രകാശ, ഏകത പ്രകാശ ഹയ ആരേത വിലാസ. ദ്വിരൂപേ ഹയ ഭഗവാനേര പ്രകാശ, ഏകേത പ്രകാശ ഹയ ആരേത വിലാസ. ഹരേ കൃഷ്ണ. ദ്വൈരൂപേണ ഭഗവാനേര പ്രകാശ, ഏകേത പ്രകാശ ഹയ ആരേത വിലാസ. ഹരിബോൾ. ഇനിയിപ്പോ അടുത്തത് എന്താണ് പറയുന്നത്? പ്രകാശ. അപ്പൊ അവതാരം കഴിഞ്ഞു, ഇനി അടുത്തത് പ്രകാശ. അപ്പൊ 6 ഡൈവേഴ്സിറ്റീസ് നമ്മൾ പറഞ്ഞത് അല്ലെ, ഇതിലിപ്പോ 6ാമത്തെയാണത്. അവതാരം കഴിഞ്ഞു, ഇനി പ്രകാശ. അപ്പോ ഈ പ്രകാശ എന്താണ്? 2 തരത്തിലുണ്ട്. ദ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് എക്സിബിറ്റ്സ് ഹിംസെൽഫ് ഇൻ 2 kinds of forms. പ്രകാശ ആൻഡ് വിലാസ. എന്താണ് പ്രകാശ വിലാസ തമ്മിലുള്ള വ്യത്യാസം? ആരെങ്കിലും പറയാൻ പറ്റുമോ? എന്താണ് പ്രകാശ വിലാസ തമ്മിലുള്ള വ്യത്യാസം? പ്രകാശം എന്ന് പറഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പോ ഭഗവാൻ ദ്വാരകയില് 16,108 എക്സ്പാൻഷൻസ്, സെയിം ഫോംസ്, വ്യത്യാസമില്ല. വിലാസ പറഞ്ഞാൽ ഭഗവാൻ തന്നെ വ്യത്യസ്തമായിട്ടുള്ളത്, ബലറാമൻ, ഓക്കെ, വ്യത്യസ്തമായിട്ടുള്ള. സോ ദർ ഇസ് നോ ഡിഫറൻസ്. അത് വിലാസ. അപ്പോൾ ഡിഫറെന്റ് ഫോം ആയിരിക്കും, ഡിഫറെന്റ് കോംപ്ലക്ഷൻ ആയിരിക്കും. പക്ഷെ മറ്റത് സെയിം ഫോം. 16,108 കൊട്ടാരത്തിലും ഭഗവാൻ സെയിം കൃഷ്ണനായിട്ട്, യാതൊരു ആ ഫീച്ചറിൽ, ആ ഒരു ഫോമിൽ യാതൊരു വ്യത്യാസമില്ല. ഈ വ്യത്യാസമാണ് അവിടെ. സോ പേഴ്സണാലിറ്റി ഓഫ് ഗോഡ് എക്സിബിറ്റ്സ് ഹിംസെൽഫ് ഇൻ 2 kinds of forms, പ്രകാശ ആൻഡ് വിലാസ. The Supreme Lord expands his personal forms in 2 primary categories. The Prakasha forms are manifested by Lord Krishna for his pastimes, and the features are exactly like his. Okay, ഭഗവാൻ, അതായത് ബ്രഹ്മവിമോഹൻ ലീലയുടെ ബ്രഹ്മാവ് ഗോപപാലന്മാരെയും പശുക്കുട്ടികളൊക്കെ കട്ടുകൊണ്ടുപോയി. ആ സമയത്തും ഭഗവാൻ എക്സ്പാൻഡ് ചെയ്തു. അതായത് ഫോമാണ്? പ്രകാശമാണ് വിലാസമാണ്? വ്യത്യാസം അല്ലേ? So when Lord Krishna married 16,000 queens in Dwaraka, he did so in 16,000 Prakasha expansions. Similarly, during the Rasa dance, he expanded himself in identical Prakasha forms to dance beside each and every gopi simultaneously. അപ്പോൾ രാസ ഡാൻസിലും ഭഗവാൻ എന്താണ്? പ്രകാശ ഫോമിലാണ്. എല്ലാവരുടെ കൂടെയും സെയിം ഭഗവാൻ. ഇപ്പൊ എല്ലാവരും വിചാരിച്ചത് എന്റെ കൂടെ മാത്രമാണ് ഭഗവാൻ ഡാൻസ് ചെയ്യുന്നുള്ളതാണ് വിചാരിച്ചത്. ഓരോ ഗോപികമാരും അങ്ങനെ വിചാരിച്ചത്. So when the Lord manifests his Vilasa expansion, however, they are all somewhat different in their bodily features. അത് സെയിം ആയിരിക്കില്ല, ബോഡി ഫീച്ചേഴ്സിൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. ലോർഡ് ബലറാമ ഈസ് ദ ഫസ്റ്റ് വിലാസ എക്സ്പാൻഷൻസ് ഓഫ് ലോർഡ് കൃഷ്ണ. അപ്പോൾ എക്സ്പാൻഷൻസ് ഒക്കെ എവിടെ? വൈകുണ്ഠത്തില്, ആധ്യാത്മിക ലോകത്ത് സംഭവിക്കുന്നത്. അവതാരങ്ങളാണ് ഭൗതിക ലോകത്തില്. ഇവിടെ എക്സ്പാൻഷൻസ് അല്ല, ഇവിടെ അവതാരങ്ങൾ ഇറങ്ങി വരുന്നു, അവതരിക്കുന്നു, അല്ലെ? ഡിസെൻഡിങ്. ആൻഡ് ദ 4-handed നാരായണ ഫോംസ് ഇൻ വൈകുണ്ഠ. വൈകുണ്ഠത്തില് ചതുർഭുജമായിട്ടുള്ള നാരായണ ഫോംസിലാണ്. എക്സ്പാൻഡഡ് ഫ്രം ബലറാമ. നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ ഓർഡർ. ഭഗവാൻ കൃഷ്ണൻ, ഒറിജിനൽ പേഴ്സണാലിറ്റി ഓഫ് ഗോഡറ്റ്, ഫസ്റ്റ് എക്സ്പാൻഷൻ ബലറാം. ബലറാമിന്ന് ആദ്യത്തെ ചതുർവ്യൂഹം വരുന്നു, ശങ്കർഷണ, പ്രദ്യുമ്ന, അനിരുദ്ധ, വാസുദേവ. ആ ശങ്കർഷനിൽ നിന്ന് നാരായണ എക്സ്പാൻഷൻ ആവുന്നു.
ആ നാരായണന് രണ്ടാമത്തെ ചതുർവിഹ എക്സ്പാൻഷൻ സംകർഷണ പ്രദ്യുമ്ന അനിരുദ്ധ വാസുദേവ. അപ്പൊ രണ്ടാമത്തെ ചതുർവിഹത്തിൽ നിന്നുള്ള മഹാസംഘർഷൻ, സംഘർഷനെ മഹാസംഘർഷൻ, അവിടെ നിന്നാണ് ആദ്യത്തെ വിഷ്ണു വരുന്നത്. ആരാണ് ആദ്യത്തെ വിഷ്ണു? കാരണോദകശായി വിഷ്ണു. കാരണസ വിഷ്ണു അല്ലെങ്കിൽ മഹാവിഷ്ണു. അദ്ദേഹത്തിൽ നിന്നാണ് രണ്ടാമത്തെ വിഷ്ണു വരുന്നത്. അതാണ് ഗർഭ ഉദകസായ വിഷ്ണു. പിന്നെ മൂന്നാമത്തെ വിഷ്ണു ക്ഷീര ഉദകസായ വിഷ്ണു. അല്ലെ? അപ്പൊ ഇവരെന്താ പറയുന്നത്? ഈ മൂന്നാം അവതാരത്തിന് പുരുഷാവതാരം എന്ന് പറയുന്നു. പുരുഷാവതാരം. So there is no difference between the bodily forms of Sri Krishna and Balram except their bodily colors are different. ഒന്ന് സേവ്യ ഭഗവാൻ, ഒന്ന് സേവക് ഭഗവാൻ. ഭഗവാൻ കൃഷ്ണനും ബലരാമനും തമ്മിലുള്ള അന്തരം ഇത്രമാത്രം. രണ്ടും സുപ്രീം പേഴ്സണാലിറ്റി ഗോഡായിട്ട് ഫസ്റ്റ് എക്സ്പാൻഷൻ. സേവ്യ ഭഗവാൻ, ഭഗവാൻ കൃഷ്ണൻ. ആരെയാണോ സേവിക്കേണ്ടത് അത് ഭഗവാൻ, അത് കൃഷ്ണൻ. സേവക് ഭഗവാൻ സേവിക്കുന്നു. ആരെ സേവിക്കുന്നു? കൃഷ്ണനെ, അത് ബലരാമൻ. അപ്പൊ എല്ലാറ്റിലും സേവനത്തില് ഭഗവാൻ ബലരാമൻ കൂടെയുണ്ട്. ഓക്കെ, ധാമായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നു, പാരഫെർനാലിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നു. എല്ലാം ഭഗവാന്റെ സേവനത്തിന് ബലരാമൻ ഉണ്ട്. ഓക്കെ, അപ്പോ എക്സ്പാൻഷൻ അങ്ങനെ. അതായത് യെസ്, രണ്ട് തരത്തില്, ഒന്ന് പ്രകാശ, ഒന്ന് വിലാസം. So there is no difference between the bodily forms of Sri Krishna and Balram except that their bodily colors are different. അത് മാത്രമേ കാര്യമായിട്ടുള്ള ഡിഫറൻറ്റ് പറയുന്നുള്ളൂ, ഡിഫറൻസ്. Similarly, Sri Narayana in Vaikunta has 4 hands, whereas Krishna has only 2. The expansions of the Lord who manifest such bodily differences are known as Vilasa Vigrahas. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള ആ ഫോമിനെ വിലാസ വിഗ്രഹാസ് എന്ന് പറയുന്നു. വൈകുണ്ഠത്തിലെ 2-handed ഫോം അല്ല, എല്ലാം 4-handed ചതുർഭുജമാണ്. ആൻഡ് കൃഷ്ണ ഇൻ ഗോലഗോവൃന്ദാവന് ആർക്കും 4 ഭുജങ്ങളില്ല, അല്ലെ, 4 കൈകളില്ല, എല്ലാം 2-handed ആണ്. പക്ഷെ വൈകുണ്ഠത്തിലെ എല്ലാവരും, ഈവൻ ഭഗവാനെ സേവനം ചെയ്യുന്ന എല്ലാ ഡിവോട്ടീസും 4-handed ഫോമാണ്. ഒക്കെ നമുക്കറിയാം 4 തരത്തിലുള്ള ഒരു ലിബറേഷൻ, പ്രധാനപ്പെട്ട 4 തരത്തിലുള്ള ലിബറേഷൻ പറയുന്നുണ്ട്. എന്തൊക്കെ? സാലോക്യം, സാമീപ്യം, സാഷ്ട്യം ആൻഡ് സാരൂപ്യം, അല്ലേ? അപ്പൊ ഈ 4 തരത്തിലുള്ള പ്രധാനപ്പെട്ട ആ ഒരു ഇതില്, ഇവിടെ എല്ലാം വൈകുണ്ഠത്തില് സാലോക്യം, ഒരേ ലോകത്തിൽ ജീവിക്കുന്നു. ഇവർക്കൊക്കെ എന്താണ്? എല്ലാവർക്കും 4-handed ഫോംസ് ആണ്. എവിടെയാണ്? കാരണം വൈകുണ്ഠത്തില്. വൈകുണ്ഠത്തിൽ എല്ലാവരും 4-handed ഫോംസിലാണ് ഡിവോട്ടി. സാലോക്യ, സെയിം ലോകത്തില്. സാരൂപ്യം, ഭഗവാന്റെ സെയിം രൂപത്തില്, അതേ രൂപത്തില്. സാമീപ്യം, ഭഗവാന്റെ ക്ലോസ് ഇന്നർ സർക്കിളിൽ സേവ ചെയ്യാൻ പറ്റും. സാക്ഷ്യം, സെയിം ഓപ്പുലൻസ്. അങ്ങനെ 4 തരത്തിലുള്ള ഒരു ലിബറേഷൻ വൈകുണ്ഠത്തിൽ നമുക്ക് ചെന്നെത്താൻ പറ്റും. ഇങ്ങനെ the expansions of the Lord who manifest such bodily differences are known as Vilasa Vigrahas. ഇതിനെ വിലാസ വിഗ്രഹ എന്ന് പറയുന്നു. ഇത് കൂടി എടുക്കാം. 69 and 70. ഏകൈ വിഗ്രഹ യദി ഹയ ബഹുരൂപാ ആകാരേ ആകാരേത ഭേദ നഹി ഏകൈ സ്വരൂപാ महर्षि विवाहे अचयाचे कैलरास इहा के कहिए कृष्णेरा मुख्य प्रकाशा. हरे कृष्णा. हरे कृष्ण. एक विग्रह यदि हय बहुरूप आकारे तय भेद नहि एक स्वरूप महर्षि विवाहे महर्षि विवाह വായിക്കണുണ്ടോ? മാതാജി വായിക്കണ്ടോ? महिषी कैलरास इह के कहिए कृष्णेरा मुख्य प्रकाश. हरे कृष्ण. Very good. When the personality of Godhead expands himself in many forms, all non-different in their features, as Lord Krishna did when he married 16,000 queens, and when he performed his rasa dance, such forms of the Lord are called manifested forms, Prakasha Vigrahas. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ഓക്കെ, ഭഗവാൻ
16,108 കൊട്ടാരങ്ങളിലും ഏത് എക്സ്പാൻഷനാണ്? പ്രകാശ. അതേപോലെ തന്നെ രാസ ഡാൻസിലും അതന്നെ പ്രകാശ വിഗ്രഹാസാണ് എന്നാണ് പറയുന്നത്. ഹരേ കൃഷ്ണ. സോ 71 അടുത്ത ക്ലാസ്സിൽ വാഞ്ചാ കൽപ്പതരൂപേശ കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്ത കോടി വൈഷ്ണവ की जय. श्रील प्रभुपाद की जय. गुरु महाराज की जय. इंताय गो प्रेमानंदे. हरि हरि. ഹരി हरे कृष्णा. सिद्ध गौरंग दास प्रभु की जय.